ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ ഡേ 3 ആണ് നോക്കുന്നത്. എക്സാം ഡേറ്റ് മറക്കരുത്, ജൂൺ 12. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ദെൻ നമ്മുടെ ഡേ 1 ഡേ 2 നിങ്ങൾ എന്തായാലും കാണാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഈസ് മോണോ ഐസോടോപ്പിക്? ഫ്ലൂറിൻ, നിയോൺ, ഓക്സിജൻ, ഹീലിയം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്താ ഈ മോണോ ഐസോടോപ്പിക് എന്ന് പറഞ്ഞാൽ? അതായത് ഒരൊറ്റ സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പേ ഉള്ളൂ എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മോണോ ഐസോടോപ്പിക് എന്ന്. ഓൺലി വൺ സ്റ്റേബിൾ ഐസോടോപ്പ് ആണെങ്കിൽ. ഈ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഫ്ലൂറിനാണ് മോണോ ഐസോടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് അധികം കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഒരു മൊഡ്യൂളിൽ കെമിസ്ട്രി ആണ്, അതുകൊണ്ട് കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു ഓൺലി വൺ സ്റ്റേബിൾ ഐസോടോപ്പേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം മോണോ ഐസോടോപ്പിക്. F19 ആണ് പുള്ളി. മനസ്സിലായോ? ആരാണ്? F19. അതുകൊണ്ട് മോണോ ഐസോടോപ്പിക് ആണ് നമ്മുടെ ഫ്ലൂറിൻ. പിന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ നമ്മുടെ നിയോൺ ഉണ്ടല്ലോ, നിയോണിന് 3 സ്റ്റേബിൾ ഐസോടോപ്പ് ഉണ്ട്. ആരൊക്കെയാണെന്നറിയോ? നിയോൺ നമുക്കറിയാലോ. യെസ്, നിയോൺ 20, നിയോൺ 21, നിയോൺ 22. ഇത് 3 സ്റ്റേബിൾ ഐസോടോപ്പ് ഉണ്ട്. അപ്പം മോണോ അല്ലല്ലോ. ഇനി ഓക്സിജനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 സ്റ്റേബിൾ ഐസോടോപ്പ് ഉണ്ട്. O16, O17, O18. ഓക്കെ, അടുത്തത് ഹീലിയം. ഹീലിയത്തിന് 2 സ്റ്റേബിൾ ഐസോടോപ്പ് ഉണ്ട്. ഹീലിയം 3ഉം ഹീലിയം 4ഉം. കിട്ടിയോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐസോടോപ്പ്. അപ്പോൾ ഇതിൽ ഈ ഫ്ലൂറിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമേ മോണോ ഐസോടോപ്പിക് ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം ചോദിക്കുക ചിലപ്പോൾ ഹീലിയത്തിനായിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്ന് പറയുന്നത് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും കിട്ടാനാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അടുത്തത്, which of the following observation was correct by J.J. Balmer regarding visible hydrogen spectrum? Options: a red line with a wavelength of 6563 angstrom, 6000 ആണ് കേട്ടോ, 6563 angstrom. A red line with a wavelength of 3563 angstrom. A blue line with a wavelength of 6563 angstrom. A blue line with a wavelength of 3563 angstrom. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ്? എന്തിനു ബേസ് ചെയ്തിട്ട്? J.J. Balmer റിഗാർഡിങ് വിസിബിൾ ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു ബാമറിനെ കുറിച്ചാണ്. അതായത് J.J. Balmer എന്ന് പറയുന്നതാണ് നമ്മുടെ ആളല്ലേ. അദ്ദേഹം കൊണ്ടുവന്നതാണ് ബാമർ സീരീസ് എന്ന് പറയുന്നത്. ബാമർ സീരീസ് കേട്ടോ. ഇത് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്പെക്ട്രൽ ലൈൻസ് ആണ്. ഇതിനകത്ത് നിറയെ എന്താ ഉള്ളത്? സ്പെക്ട്രൽ ലൈൻസ് ഉണ്ട്. ഓക്കെ, സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ വിസിബിൾ റീജിയൻ. ഇതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് H ആൽഫയാണ്. മോസ്റ്റ് പ്രോബബിൾ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോമിനൻറ്റ് ലൈൻ ഇൻ ദ സീരീസ് ഈസ് ദ H ആൽഫ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, H ആൽഫ എന്ന രീതിയിലും എഴുതാം. ആൻഡ് ഇറ്റ് ഹാസ് എ വേവ് ലെങ്ത് 6563 ആങ്സ്ട്രം. അതിന് ചിലപ്പോൾ നാനോമീറ്ററിൽ ചോദിക്കും, 656.3 നാനോമീറ്റർ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിലോട്ട് പോവാം. ഏതാ വരുന്നത്? റെഡ് ലൈൻ വിത്ത് എ ലെങ്ത് ഓഫ് 6563 ആണ്. ഓക്കെ, ക്ലിയർ ആയോ? റെഡ് ലൈൻ ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഐസോടോപ്പ് വിത്ത് മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ്. ഓപ്ഷൻസ്: 52 Fe, 56 Fe, 54 Fe, 58 Fe. എന്താ ചോദിച്ചിരിക്കുന്നത്? തന്നിരിക്കുന്നതിൽ മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഏതിനാ ഉള്ളതെന്നാണ്. നമ്മുടെ കറക്റ്റ് ആൻസർ 56 Fe ആണ്. ഇതെങ്ങനെ വായിക്കാന്നറിയോ? അയൺ 56 എന്നാണ് വായിക്കുന്നത് കേട്ടോ. അയൺ 56 ഇങ്ങനെയാണ് എഴുതുക ശരിക്കും കേട്ടോ. അതിൽ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും ഒന്നും കാണിക്കാൻ വയ്യ, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അയൺ 56ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ദ ഹയസ്റ്റ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. പിന്നെ മാത്രമല്ല ഇത് എന്തിനാ അങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയയാണ്. മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയയാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത്
ലൈറ്റർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇത് എന്താ പറയുക, എലമെൻറ്റ്സ് ലൈറ്റർ ദെൻ അയൺ ടെൻ ടു അണ്ടർഗോ, ലൈറ്റർ ആയിട്ടുള്ളത് അയണിനേക്കാളും ലൈറ്റർ ആയിട്ടുള്ളത് എന്ത് ചെയ്യും, ഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്യൂസ് ചെയ്യുക അല്ലേ, അഡീഷൻ ആണ്, വലിയൊരെണ്ണം ഉണ്ടാവുക, രണ്ട് ചെറുതുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് വലുതൊരെണ്ണം ഉണ്ടാവില്ല, അതാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ലൈറ്റർ ദാൻ അയൺ ആണെങ്കിൽ അണ്ടർഗോ ഫ്യൂഷൻ, വൈൽ ഹെവിയർ എലിമെന്റ്സ് ആണെങ്കിലോ, ഹെവിയർ എലിമെന്റ്സ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക, ഫിഷൻ ആണ് ഉണ്ടാവുക. ഫിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വലുത് സ്പ്ലിറ്റ് ആയിട്ട് കുഞ്ഞതായിട്ട് മാറും അല്ലേ, അതാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് മാറും. അപ്പോൾ അത് എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, മോർ സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അയൺ 56 ആണ്, സ്റ്റേബിൾ ന്യൂക്ലിയർ ആണ്. ലൈറ്റർ ദാൻ അയൺ ആണെങ്കിൽ ഫ്യൂഷനും, ഹെവിയർ ദാൻ അയൺ ആണെങ്കിൽ ഫിഷനും ആണ് നടക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ IR സ്പെക്ട്രം ഓഫ് കോമ്പൗണ്ട് ഐഡന്റിഫൈസ് the presence of resonating structure, the presence of certain functional group, the presence of isotopes of elements, all of the above. ഇപ്പോൾ ഇവിടെ എന്താ IR സ്പെക്ട്രം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? IR സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എല്ലാവർക്കും അറിയാം. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി അല്ലേ, ഇതാണ് നമ്മുടെ IR സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിൽ നിന്നും ഇൻഫ്രാറെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് മോളിക്കുലാർ ബോൺസ് എങ്ങനെയാണ് മോളിക്കുലാർ ബോൺസ് അബ്സോർബ് ഇൻഫ്രാറെഡ് ലൈറ്റ്, ഹൗ മോളിക്കുലാർ ബോൺസ് അബ്സോർബ് ഇൻഫ്രാറെഡ് ലൈറ്റ് അറ്റ് എ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്, അത് മെഷർ ചെയ്തിട്ടാണ്, ആ ഒരു മെത്തേഡാണ് ഈ IR സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്നത്. എന്താ പറഞ്ഞത്, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി വർക്ക്സ് ബൈ മെഷറിങ്, എന്താ മെഷർ ചെയ്യുന്നത്, ഹൗ മോളിക്കുലാർ ബോൺസ് അബ്സോർബ്, ആരിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്, ഇൻഫ്രാറെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. എവിടെ നിന്ന് അബ്സോർബ് ചെയ്യുന്നു, അറ്റ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. അതാണ് പ്രിൻസിപ്പിൾ അല്ലേ. ഇനി ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്, അതിനനുസരിച്ചാണ് അബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നത്. ചില പ്രത്യേക ഫ്രീക്വൻസി എന്നാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഒക്കെ ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് ചില ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ OH, NH, C ഡബിൾ ബോണ്ടോ, C ട്രിപ്പിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് എന്നീ ഫങ്ഷണൽ ഗ്രൂപ്പൊക്കെ അലിനിയും ഉണ്ട് കേട്ടോ, എല്ലാം വരുന്നത്. ഇനി നമ്മുടെ വേറെ രണ്ട് ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ, ഓപ്ഷൻ B ആണ് അല്ലേ, പ്രസൻസ് ഓഫ് സെർട്ടൻ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് കേട്ടോ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വരുന്നത്. പിന്നെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡു നോട്ട് ഡയറക്ട്ലി എഫക്റ്റ് IR സ്പെക്ട്ര, ഒരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലിയർ ഐഡൻറ്റിഫിക്കേഷൻ ഒന്നും നടക്കുന്നില്ല. ഐസോട്ടോപ്പ് ആകുമ്പോൾ, ഐസോട്ടോപ്സ് ഓഫ് എലിമെൻ്റ് എന്ന് പറയുമ്പോൾ അത് ഐസോട്ടോപ്പ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്, അത് IR സ്പെക്ട്ര അതിന് പറ്റിയ ഒരു ആളല്ല, മനസ്സിലായോ? ഐസോട്ടോപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ കേസിൽ അറ്റോമിക് മാസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുമല്ല ആൻസർ, ഇതുമല്ല ആൻസർ, ഇതുമല്ല കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A solubility curve is obtained by plotting solubility of the substance against molecular mass, temperature, weight of water in gram, none of the above. അപ്പോൾ സോലുബിലിറ്റി കർവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. ബൈ പ്ലോട്ടിംഗ് സോലുബിലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് എഗൈൻസ്റ്റ് ആരുമായിട്ടാണെന്നറിയോ, നമ്മുടെ ടെമ്പറേച്ചർ. Solubility curve is obtained by plotting the solubility of the substance against temperature. അപ്പോൾ അവിടെ ഓപ്ഷൻ B ആണ് വരുന്നത് കേട്ടോ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിലെന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇറ്റ് ഷോസ് ഹൗ ദ സോലുബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ചേഞ്ചസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചേഞ്ചാണ് സോലുബിലിറ്റിയിൽ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടെമ്പറേച്ചറിനാണ് അവിടെ റോൾ ഉള്ളത്. ക്ലിയർ ആയോ? A catalyst will decrease the rate of the reaction by shifting the equilibrium to the left, increasing the activation energy, shifting the equilibrium to the product side, decreasing the activation energy. ഇവിടെ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? കാറ്റലിസ്റ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്ഷൻ D ആണ് ആൻസർ. അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആക്ടിവേഷൻ എനർജിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ലോവർ ആക്ടിവേഷൻ എനർജി ആണെങ്കിൽ എന്ത് സംഭവിക്കും,
മോർ റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്ത് കുറേ പ്രോഡക്ട്സ് ഫോം ചെയ്യും. മനസ്സിലായോ? മോർ റിയാക്റ്റൻറ്റ് മോളിക്യൂൾ സക്സസ്ഫുള്ളി കൊളൈഡ് ആൻഡ് ഫോം പ്രോഡക്ട്സ്. അല്ലാതെ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് എഫക്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. മനസ്സിലായോ? ഇവിടെ സംഭവിക്കുന്നത് ആക്ടിവേഷൻ എനർജി എന്താണ് ലോവർ ആകുമ്പോഴാണ് അലോവിങ് മോർ റിയാക്റ്റൻറ്റ് മോളിക്യൂൾ ടു സക്സസ്ഫുള്ളി കൊളൈഡ് ആൻഡ് ഫോം പ്രോഡക്ട്സ്. അവിടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇക്വിലിബ്രിയം ഫാസ്റ്റർ ആയിട്ട് നടക്കും. അല്ലാതെ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് എഫക്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇറ്റ് ഓൺലി ഹെൽപ്സ് ദ സിസ്റ്റം റീച്ച് ഇക്വിലിബ്രിയം ഫാസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡിക്രീസിങ് ദ ആക്ടിവേഷൻ എനർജി. എ പെയർ ഓഫ് nuclei having same number of protons and neutrons but different half-life are called nuclear isotons, nuclear isomers, nuclear pairs, none of these. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഐസോമേഴ്സ് ആണ്. എന്താ പ്രത്യേകത? ന്യൂക്ലിയർ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, അതുപോലെ ന്യൂട്രോൺസ് ആണ്, പക്ഷെ അതിൻ്റെ ഹാഫ് ലൈഫ് ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായോ? ഹാഫ് ലൈഫിലാണ് ഡിഫറൻസ് വരുന്നത്, അത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രോട്ടോൺസും ന്യൂട്രോൺസും സെയിം നമ്പർ ആണ്, പക്ഷേ എക്സൈറ്റഡ് എനർജി സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഫലമായിട്ട് ഡിഫറെൻറ്റ് ഹാഫ് ലൈഫ് ആയിരിക്കും. അപ്പോൾ ഈ ഐസോമറിക് സ്റ്റേറ്റ് നമ്മൾ മെറ്റാ സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. മെറ്റാ സ്റ്റേബിൾ നമുക്ക് സ്മോൾ ലെറ്റർ എം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. സ്മോൾ ലെറ്റർ എം വെച്ചിട്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ടെക്നീഷ്യം ഉണ്ടല്ലോ, ടെക്നീഷ്യം 99 ഉണ്ട്. ഇത് രണ്ട് രീതിയിൽ നമ്മൾ പറയും. ടെക്നീഷ്യം 99 മാത്രമേ എഴുതും, ഒന്ന് മെറ്റാസ്റ്റേബിൾ ആയിട്ടുള്ള എം എഴുതും. ഈ രണ്ട് എണ്ണത്തിനും പ്രോട്ടോണും ന്യൂട്രോണൊക്കെ സെയിം ആണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാഫ് ലൈഫാണ് വരുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് വാല്യൂ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് വ്യത്യാസം പറയുന്നത്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും കാണിക്കുന്നത്. ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഇഥൈൽ ആൽക്കഹോൾ ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5.4 gram of water and 9.2 gram of ethyl alcohol is. ഓപ്ഷൻസ് 0.8, 0.4, 1.0, 0.6. ഇതൊരു പ്രോബ്ലം വന്നേക്കാണ് അല്ലേ? നമ്മുടെ ടെക്കഫസോല് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിനൊക്കെ എക്സ്പെക്ട് ചെയ്യണമെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ചോദിച്ചിട്ടുള്ളത് മോൾ ഫ്രാക്ഷൻ ആണ്. ആരുടെ മോൾ ഫ്രാക്ഷൻ ആണ്? ഇഥൈൽ ആൽക്കഹോൾ. വെറുതെ ഇഥൈൽ ആൽക്കഹോൾ അല്ല, കണ്ടെയ്നിങ് 5.4 gram ഓഫ് വാട്ടറും ഉണ്ട്, 9.2 gram ഓഫ് ഇഥൈൽ ആൽക്കഹോളും ഉണ്ട്. അതിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങ് കണ്ടുപിടിച്ചാലോ? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ ഈ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ഈച്ച് കമ്പോണൻറ്റ്, അതായത് വാട്ടറിലുള്ള നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിക്കണം, ഇഥൈൽ ആൽക്കഹോളിൻ്റെ ഉള്ള മോൾസ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അതിനുശേഷം അതിനെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് ഇഥൈൽ ആൽക്കഹോൾ മാത്രം കണ്ടുപിടിക്കണം. അപ്പോൾ 3 സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. മോളാർ മാസ് ഓഫ് വാട്ടർ അറിയില്ല എല്ലാവർക്കും? കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. മോളാർ മാസ് ഓഫ് വാട്ടർ H2O അല്ലേ? 2 ഹൈഡ്രജൻ പ്ലസ് ഹൈഡ്രജൻ്റെ മാസ് നമ്പർ 1 ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 2 × 1 2 തന്നെ. ഓക്സിജൻ്റെയോ 16 വരും. സോ 18 gram ആണ് മോളാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന എത്രയാ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്? 5.4 gram ആണ്. നമുക്ക് തന്നിട്ടുള്ള വാല്യൂ 5.4 gram ആണ്. ഇതിൽ നിന്നും നമ്മൾ മോൾസ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കും? മോൾസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്നത് ഡിവൈഡഡ് ബൈ 18 gram ചെയ്ത് കഴിഞ്ഞാൽ 0.3 മോൾസ് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇഥൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? C2H5OH എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാർബൺ ഉണ്ട്, 2 × 12 പ്ലസ് 5 ഹൈഡ്രജൻ ഉണ്ട്, 5 × 1 പ്ലസ് 1 ഓക്സിജൻ 16, 1 ഹൈഡ്രജൻ 1. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 46 gram വന്നു. ഓക്കെ, ഗ്രാം പെർ മോളാണ് കേട്ടോ. ഓക്കെ, ഇനി ഗിവൺ മാസ് എത്രയാ? ഗിവൺ മാസ് 9.2 ആണ് ഇഥൈൽ ആൽക്കഹോളിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യണം? 9.2 ഡിവൈഡഡ് ബൈ
46 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.2 മോൾസ്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ഇത് കണ്ടുപിടിച്ചു കേട്ടോ. എന്താ കണ്ടുപിടിച്ചത്? മോൾസ് ഓഫ് വാട്ടറും കണ്ടുപിടിച്ചു, മോൾസ് ഓഫ് ഈഥൈൽ ആൽക്കഹോളും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടില്ലേ? എന്താ ബുദ്ധിമുട്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിലെന്താ കിട്ടി? 0.3യും 0.2വും തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 0.5 കിട്ടി കേട്ടോ. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? നമ്മുടെ മോൾ ഫ്രാക്ഷൻ. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ. എങ്ങനെ കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഈഥൈൽ ആൽക്കഹോളിൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി, വാട്ടറിൻ്റെ പറഞ്ഞിട്ടില്ല. ഇത് മിക്സ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ കഥകളൊക്കെ വേണ്ടി വന്നത് അല്ലേ? അപ്പോൾ ഈഥൈൽ ആൽക്കഹോളിൻ്റെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. കളറിന് മാറ്റാമല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഈഥൈൽ ആൽക്കഹോളിൻ്റെ എങ്ങനെ കാണാം? മോൾസ് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ് ആണ് ഇക്വേഷൻ കേട്ടോ. ടോട്ടൽ മോൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ആണ് നമ്മുടെ ഈഥൈൽ ആൽക്കഹോളിൻ്റെ വരുന്നത്. ടോട്ടൽ എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ ആൻസർ വരുന്നത് 0.4 ആണ്. ഓപ്ഷനിൽ ഉണ്ടോ എന്നൊന്ന് നോക്കാം. 0.4 ആണ് നമ്മുടെ ആൻസർ. ആദ്യം എന്താ ചെയ്തത്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ്. കാരണം എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈഥൈൽ ആൽക്കഹോൾ ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് എന്തൊക്കെ ഉണ്ട്? വാട്ടറും ഉണ്ട്, ഈഥൈൽ ആൽക്കഹോളും രണ്ടും ചേർന്നിട്ടാണ്. അതിൽ നിന്ന് ഈഥൈൽ ആൽക്കഹോളിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ ആദ്യം കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ്. ഓരോന്നിൻ്റെയും നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ടോട്ടൽ കണ്ടുപിടിച്ചു. അതിനുശേഷം മോൾ ഫ്രാക്ഷൻ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ മാത്രം കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 0.3 ഡിവൈഡ് ബൈ 0.5 ചെയ്താൽ മതി. ഇവിടെ ഈഥൈൽ ആൽക്കഹോൾ ആയതുകൊണ്ട് ആ വാല്യൂ മാത്രം എടുത്തു. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ഇക്വമോളർ സൊല്യൂഷൻ ഓഫ് NaCl, ഗ്ലൂക്കോസ് ആൻഡ് യൂറിയ. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പേടിച്ചോളും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയത്. മനസ്സിലായോ? റേഷ്യോ ഓഫ് ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 2:1:1, 2:2:1, 1:2:1, none of these. എന്താ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഓഫ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ഇക്വമോളർ സൊല്യൂഷൻ ഓഫ് NaCl. അപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽറ്റ TF എന്ന് പറഞ്ഞിട്ടാണ്. അത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. I × KF × M. I എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. I എന്ന് പറഞ്ഞാൽ വാൻ ഹോഫ് ഫാക്ടറാണ്. എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് നമുക്ക് ഈ ഒരു ഇത് ഡിസോസിയേറ്റ് ചെയ്താൽ കിട്ടുക എന്നാണ് അതിനർത്ഥം. KF എന്ന് പറഞ്ഞാൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് ആണ്. അത് എല്ലാ സൊല്യൂഷനും സെയിം ആയിരിക്കും. പിന്നെ മൊളാലിറ്റിയാണ് M എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇക്വമോളാറൊക്കെ ആയതുകൊണ്ട് KF ഒക്കെ സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടുക. I കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആരാ ഇവിടെ ഉള്ളത്? ഒന്ന് നമ്മുടെ NaCl ആണ്. NaCl ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാൾക്കാരാണ് ഫോം ചെയ്യുന്നത്. ആരൊക്കെയാണെന്നറിയോ? Na+ഉം Cl-. അപ്പോൾ Iയുടെ വാല്യൂ എത്രയാണ്? രണ്ടാൾ ഡിസോസിയേറ്റ് ചെയ്ത് ഫോം ചെയ്തത് കൊണ്ട് I 2 ആണ്. സിമ്പിളല്ലേ? ഇത്ര ഉള്ള കാര്യം. അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷനാണ് കേട്ടോ. അതിനൊന്ന് റൗണ്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ NaCl ഡിസോസിയേറ്റ് ചെയ്താൽ Na+ഉം Cl- കിട്ടുന്നതുകൊണ്ട് നമ്മുടെ Iയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അടുത്തത് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത എന്താ? ഗ്ലൂക്കോസ് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ലേ? ഇതാ 3 ആളാണ്. സോഡിയം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്, യൂറിയ കേട്ടോ. ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത, ഗ്ലൂക്കോസ് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അലിഞ്ഞ് പോവുള്ളൂ. അതിൽ കുറേ പ്രോഡക്റ്റ് ഒന്നും ഫോം ചെയ്യാനുള്ള സിംഗിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് കിട്ടുന്നത്. അപ്പോൾ Iയുടെ വാല്യൂ 1 ആയിരിക്കും. യൂറിയ അത് ഡിസോസിയേറ്റ് ചെയ്യുകയില്ല, അത് അങ്ങനെ തന്നെ കിടക്കുള്ളൂ. യൂറിയ ഡിസോസിയേറ്റ് ചെയ്യില്ല. ഇറ്റ് ഡസ് നോട്ട് ഡിസോസിയേറ്റ് ഇൻ വാട്ടർ. അപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കുമ്പോൾ അത് 1 ആയി. മനസ്സിലായി? അപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ സൊല്യൂഷൻസ് ഇക്വമോളാറാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ഇക്വമോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം എന്താണെന്നറിയോ? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു I എന്നാണ്. ഇക്വമോളാർ ആയതുകൊണ്ട് തന്നെ ഫ്രീസിംഗ് പോയിന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു I. അതുകൊണ്ട് റേഷ്യോ ഓഫ് ദ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 3 ആൾക്കാരാണ് ഉള്ളത്. ഡെൽറ്റ TF, NaCl ഉണ്ട്,
ഈസ് ടു നമ്മുടെ ഡെൽറ്റ ടി എഫ് ഗ്ലൂക്കോസ് ഉണ്ട്, ഈസ് ടു ഡെൽറ്റ ടി എഫ് യൂറിയ ഉണ്ട് എന്ന് പറയുമ്പോൾ NaClന് ഇതൊക്കെ ഐക്ക് പ്രൊപ്പോർഷണലാന്ന് പറഞ്ഞതുകൊണ്ട് ഐയുടെ വാല്യൂ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇതൊക്കെ 1 ആണ്. സോ നമ്മുടെ ആൻസർ എന്താ? 2:1:1 ആണ് ആൻസർ. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നോക്കൂ. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, 2:1:1. ഓക്കെ, കാരണം എന്താ? ഇക്യുമോളറാണ്, അതുകൊണ്ട് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. ഓക്കെ, വേറെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, ഇക്വേഷനെ കുറിച്ച് ഒന്നും പേടിക്കേണ്ട കാര്യമല്ല. ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ബേസ് പീക്ക് ഇൻ എ മാസ് സ്പെക്ട്രം ഈസ് the peak with the high mass by charge ratio, the peak with the low mass by charge ratio, the peak with the highest intensity, none of this. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ബേസ് പീക്ക് ഇൻ എ മാസ് സ്പെക്ട്രം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മാസ് സ്പെക്ട്രത്തിൽ ബേസ് പീക്കാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഇൻറ്റൻസ് പീക്ക് എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താ? മീനിങ് it represents the most abundant ion detected. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളൊരു 100% ആയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതിനെ കമ്പയർ ചെയ്തിട്ടാണ് അതർ പീക്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക. ഓൾ അതർ പീക്സ് ആർ കമ്പയർഡ് റിലേറ്റീവ് ടു ഇറ്റ്. ബേസ് പീക്ക് എന്ന് പറയുന്നത് മോളിക്കുലാർ അയോൺ പീക്കിനെ കറസ്പോണ്ട് ചെയ്തിട്ടല്ല, അത് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം? നമ്മളെ ഏറ്റവും മോസ്റ്റ് ഇൻറ്റൻസ് പീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബേസ് പീക്കാണ്. ഓക്കെ, ബേസ് പീക്ക് ഇൻ എ മാസ് സ്പെക്ട്രം മീൻസ് ദ പീക്ക് വിത്ത് ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി. അതിനെ റിലേറ്റ് ചെയ്ത് മറ്റുള്ള വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. നന്നായി പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ച് എനർജിയൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ.